നമ്മുടെ KR മീരയ്ക്കെതിരെ പോലീസ് കേസെടുക്കും എന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൽ ഇടപെടാൻ പറ്റും? ഒരുപാട് പേർ KR മീരയ്ക്കെതിരെ കേസെടുത്തത് വളരെ നല്ലതാണെന്ന് പറയുകയുണ്ടായി. ഷാരനെ അധിക്ഷേപിച്ചു, ഷാരന്റെ മരണത്തെ അധിക്ഷേപിച്ചു, പുരുഷവിരോധം കാണിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. നമുക്കതിൽ ഇടപെടാൻ കഴിയുന്നത് വനിതാ കമ്മീഷനിലൂടെയും യുവജന കമ്മീഷനിലൂടെയുമാണ്. ഞാനിതിൽ വനിതാ കമ്മീഷന്റെയും യുവജന കമ്മീഷനും ഇന്നലെ തന്നെ പരാതികൾ അയച്ചിട്ടുണ്ട്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ നമ്മുടെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഇന്നലെ തന്നെ പരാതി അയച്ചു. പോലീസിന് അതിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്, അതേപോലെ എല്ലാ മീഡിയയ്ക്കും അതിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ യുവജന കമ്മീഷന്റെയും വനിതാ കമ്മീഷന്റെയും ആൾക്കാരെ വിളിച്ച് നമ്മളുടേതായ അഭിപ്രായം റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടേതായ നിലപാട് പറയുക, റിക്വസ്റ്റ് ചെയ്യുക. എന്നിട്ട് ശ്രീ ഷാജർ, യുവജന കമ്മീഷൻ ചെയർമാൻ, സതീദേവി മാഡം, വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ഇവരോട് പോലീസിനെ റിക്വസ്റ്റ് ചെയ്ത് KR മീരയ്ക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുക. ഷാജറിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, 9847786535. സതീദേവി മാഡത്തിന്റെ 0471230759. ഇത് അവരുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ നമ്പറുകളാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് മേഖലയിലുള്ള നമ്പറാണ്. ഇവർക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ വിളിച്ച് പറയുക. KR മീര എന്ന് പറയുന്ന പ്രമുഖയായ എഴുത്തുകാരി കൊലപാതക പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്, മർഡറിനെയാണ് ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. നേരത്തെ ഹണി റോസ് വിഷയത്തിൽ ഷാജറൊക്കെ വളരെ താല്പര്യത്തോടെ ഇടപെടുകയുണ്ടായി. ഹണി റോസിന്റെ വിഷയത്തിൽ യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ എനിക്കെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ DGPക്ക് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അത് ഇരട്ടത്താപ്പാണോ, സത്യസന്ധമാണോ, അതോ യുവാവായ ഷാരനെ കൊന്ന് അതിനെ അവഹേളിച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നിലപാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുമ്പോൾ ഏറ്റവും സഭ്യമായി ബഹുമാന പുരസ്സരം ആദരവോടുകൂടി, കാരണം ഇവരെല്ലാം ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ നേതാക്കൾ കൂടെയാണ്. സതീദേവി മാഡം വളരെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഷാജർ വളരെ പ്രഗത്ഭനായ യുവജന നേതാവും, യുവജന കമ്മീഷനിൽ ഒരുപാട് സൂയിസൈഡിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൊണ്ടുവന്നു. പല മീഡിയയും നമ്മുടെ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് ടേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത്. ചില സംസ്ഥാനങ്ങളിൽ പോയി ഓരോ ആൾക്കാരെ കാണുന്നു, വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി ആൾക്കാരെ കാണുന്നു, അവരുടെ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ എല്ലാം വളരെ പോസിറ്റീവായ റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അങ്ങനെ റിസൾട്ട് എയർപോർട്ടിൽ പോയി തിരിച്ചു വന്ന് ഇരുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാര്യം പലപ്പോഴും ഇരിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത്, ശ്രീ M ഷാജറിനെ വിളിച്ച്, യുവജന കമ്മീഷനെ വിളിച്ച് ഒരു യുവാവായ ഷാരനെ അധിക്ഷേപിച്ച KR മീരയ്ക്കെതിരെ പരാതി എടുക്കണം, കേസെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക. അതേപോലെ വനിതയായ ഒരു വ്യക്തിയാണ്, വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ. അപ്പോൾ ഷാരന്റെ അമ്മയും ഒരു വനിതയാണ്. ഷാരനെതിരെ നിയമവിരുദ്ധമായി ഈ കൊലപാതക പ്രസംഗം നടത്തിയ അവർക്കെതിരെ വനിതാ കമ്മീഷന്റെ സ്റ്റാൻഡ് കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നാടിനെ നന്നാക്കുന്നത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സിസ്റ്റമാണ്. അത് സിസ്റ്റം പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് ആ നിയമത്തെ, നീതിയെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ, നാളത്തേക്കാക്കാം, ഇന്ന് തന്നെ ഈ നമ്പർ ലഭിക്കുമ്പോൾ ഇവരെ വിളിക്കുകയും ഒരു മാസ് ക്യാമ്പയിൻ എന്നൊക്കെ പണ്ട് പറഞ്ഞാൽ ഒപ്പുശേഖരണവും എഴുത്തുമൊക്കെയായിരുന്നു. ഓക്കെ, പണ്ടത്തെ സ്റ്റൈലാണ്. പുതിയ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമ്പയിനാണ്, ആധുനിക രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നതാണ്, സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ ചെയ്യുന്ന. അതുകൊണ്ട് എത്രയും വേഗം യുവജന കമ്മീഷനെയും വനിതാ കമ്മീഷനെയും വിളിച്ചു പറയണമെന്നും നമ്മുടെ നിലപാട് അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. മുമ്പ് ഒരുപാട് പേർ MLA-മാരെ വിളിക്കുകയുണ്ടായി. ഒരുപാട് MLA-മാരെ വ്യക്തിപരമായി വിളിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു, ഈ പുരുഷ കമ്മീഷൻ അനുകൂലമായി പറഞ്ഞു. അതേപോലെ സമാനമായി യുവജന കമ്മീഷനെയും വനിതാ കമ്മീഷനെയും വിളിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതോടൊപ്പം KR മീരയ്ക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്നതിനോടൊപ്പം യുവജന കമ്മീഷനോടും വനിതാ കമ്മീഷനോടും ഒരു പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി പറയുക. മീരയ്ക്കെതിരെ നമുക്ക് പരാതിപ്പെടാം, യുവജന വനിതാ കമ്മീഷന് വിളിച്ചു എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് രാഹുൽ ഈശ്വർ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവരും മനസ്സിലായി കാണുമല്ലോ അല്ലെ? KR മീര വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി തന്നെയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശിച്ച കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഇപ്പോൾ KR മീര ഏറ്റുവാങ്ങുന്നത്. KR മീര നടത്തിയ പ്രസ്താവനയ്ക്ക് എതിരായിട്ട് തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ KR മീരയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഷാരൂൺ വധ കേസിലെ ഷാരൂണിനെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു KR മീരയുടെ പ്രസ്താവന. അത് ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞതാണല്ലോ. ഇപ്പോൾ കേസിന് ഭയന്ന് KR മീര അവരുടെ നിലപാട് മാറ്റിയതിനെ അഭിനന്ദിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു വീഡിയോ രാഹുൽ ഈശ്വർ പങ്കിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പുരുഷന്മാരുടെ വിജയമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതിലെ KR മീര കഷായം കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആയുർവേദ ചികിത്സയാണെന്നാണ് രാഹുൽ ഈശ്വറിന് മറുപടിയായിട്ട് KR മീര നൽകിയത്. KR മീര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ബന്ധങ്ങളിൽ വളരെ ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് ചിലപ്പോൾ കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാനസമിത്രം ഗുളിക ചേർത്ത് ദ്രാക്ഷാദി കഷായം, ബ്രഹ്മി ദ്രാക്ഷാദി കഷായം തുടങ്ങിയവ ഗുണം ചെയ്തേക്കുമെന്നാണ് പരാതിക്കാരന് മനസ്സിലാകാവുന്നതേ ഉള്ളൂ എന്നും അത്തരക്കാർക്ക് മേൽപ്പറഞ്ഞ കഷായങ്ങളോ ആധുനിക ചികിത്സാ ശാസ്ത്രപ്രകാരമുള്ള വൈദ്യസഹായമോ അത്യാവശ്യമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നും KR മീര ഫേസ്ബുക്കിൽ കുറിച്ചത്.
കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ മീര നടത്തിയ പരാമർശത്തിന് എതിരെയായിരുന്നു രാഹുൽ ഈശ്വർ പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഈ ഒരു പരാതി രാഹുൽ ഈശ്വർ നൽകിയത്. മീരയുടേത് വിദ്വേഷ പ്രസംഗമാണെന്നും കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അന്ന് KR മീര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇക്കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത് എന്നാണ്. ചില സമയത്തൊക്കെ കഷായം കൊടുക്കേണ്ടി വന്നാൽ പോലും ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോവാനുള്ള സ്വാതന്ത്ര്യമില്ലാതായാൽ ചിലപ്പോൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പറഞ്ഞ എല്ലാ തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. ഇങ്ങനെ തുടങ്ങുന്ന പരാമർശങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ KR മീരയ്ക്ക് പുലിവാലായത്. കാരണം പറയുന്ന കാര്യങ്ങൾ എന്തുദ്ദേശിച്ച് അല്ലെങ്കിൽ എന്തർത്ഥത്തിലാണത് പറഞ്ഞത് എന്നുള്ള ഒരു വാസ്തവം പോലും അല്ലെങ്കിൽ ആ ഒരു ബോധം പോലും ഇല്ലാതെയാണ് KR മീര ഇത്തരത്തില് ആ ഒരു പ്രസ്താവന നൽകിയത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തോടു കൂടി തന്നെ നമ്മുടെ KR മീരയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വിമർശനങ്ങളും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ KR മീരയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഈ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് അദ്ദേഹം ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപാട് പേര് ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് കമന്റിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പുരുഷ കമ്മീഷനും അതിന് ഫോം ചെയ്യാൻ അതിന്റെ ഒരു പിന്നാലെയാണ് നടക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളും ഈ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്.